ഇന്ത്യയിൽ വീണ്ടും ഭീതി വിതച്ച് ചണ്ഡിപുര വൈറസ് ബാധ. ഗുജറാത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഏറ്റവും പുതിയ വൈറസ് ബാധയിൽ ഇതുവരെ 22 കുട്ടികൾ മരണപ്പെട്ടു. ഇതിൽ ചില മരണങ്ങളുടെ ലബോറട്ടറി സ്ഥിരീകരണം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. സാധാരണ പനിയിൽ നിന്ന് തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഗുരുതരമായ മസ്തിഷ്ക രോഗബാധയിലേക്ക് വഴിമാറുന്ന വൈറസിനെതിരെ കടുത്ത ജാഗ്രതയിലാണ് ഗുജറാത്ത് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത 114 സംശയാസ്പദമായ കേസുകളിൽ 35 പേർക്ക് ചണ്ഡിപുര വൈറസ് സ്ഥിരീകരിച്ചതായി ഗുജറാത്ത് ആരോഗ്യ സഹമന്ത്രി പ്രഫുൽ പൻഷേരിയ വ്യക്തമാക്കി കഴിഞ്ഞു. വിരളമായി മാത്രം കാണപ്പെടുന്ന ഒന്നാണെങ്കിലും ഈ വൈറസിന്റെ പ്രഹരശേഷി വളരെ മാരകമാണ്. റാബ്ഡോവേരിയുടെ കുടുംബത്തിലെ വെസിക്കുലോ വൈറസ് ജനുസിൽപ്പെട്ട ഒരു അർബോ വൈറസ് ആണ് ചണ്ഡിപുര വൈറസ്. പ്രധാനമായും രക്തം കുടിക്കുന്ന പ്രാണികളിലൂടെയാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പകരുന്നത്. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ കണ്ടെത്തൽ പ്രകാരം ഈച്ചകളാണ് ഈ വൈറസിന്റെ പ്രധാന വാഹകർ. കാലവർഷക്കെടുതികളും മഴക്കാലവും പ്രാണികളുടെ പെരുപ്പത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാൽ ഈ സമയങ്ങളിലാണ് ചണ്ഡിപുര വൈറസ് ബാധ സാധാരണയായി കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഈ വൈറസ് പ്രധാനമായും ബാധിക്കുന്നത്. സാധാരണ പനി, തലവേദന, ഛർദി, വയറിളക്കം, മറ്റ് ഫ്ലൂ ലക്ഷണങ്ങൾ തുടങ്ങിയവയാണ് സാധാരണ കണ്ടുവരുന്നത്. എന്നാൽ ചില രോഗികളിൽ ഈ അണുബാധ വളരെ വേഗത്തിൽ കേന്ദ്ര നാഡീവ്യൂഹത്തെയും മസ്തിഷ്കത്തെയും ആക്രമിക്കുന്നു. ഇതോടെ കുട്ടികളിൽ അപസ്മാരം, ബോധക്ഷയം, കോമ അവസ്ഥ എന്നിവയുണ്ടാവുകയും അക്യൂട്ട് എൻസെഫലൈറ്റിസ് എന്ന മസ്തിഷ്ക വീക്കത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. രോഗലക്ഷണങ്ങൾ കണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ തന്നെ രോഗി മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് NCDC മുന്നറിയിപ്പ് നൽകുന്നു. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രോഗബാധിതനായ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് ഈ രോഗം പടർന്നതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനാൽ കൊതുകുകൾ, ഈച്ചകൾ എന്നിവയുടെ കടിയേൽക്കാതെ നോക്കുന്നതും പരിസര ശുചിത്വം പാലിക്കുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.